അപ്പൊ നമുക്ക് രഹില റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. സ്ക്രീന് കാണുന്നില്ലേ? കിട്ടിയോ നിങ്ങൾക്ക് സ്ക്രീന്? ട്രാവൽ ആൻഡ് ഹോളിഡേയ്സിന്റെ കിട്ടി. ഇല്ലേ? സോ എന്താണ് ട്രാവൽ? എന്താണ് ട്രാവല്? ട്രാവല് രഹ്ല സഫർ അല്ലെങ്കിൽ അല്ല രഹില ട്രാവല് രണ്ടും പറയാം. സഫർ ഇനി സഫറും രഹിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പിനും ഒക്കെ പറയാം. ഓക്കെ. ഫ്ലൈറ്റിന് ത്വയ്റാൻ. ബുക്ക് നമ്മൾ പഠിച്ചു. എന്താണ് ബുക്ക്? ടു ബുക്ക് എന്നുള്ളത് ബുക്ക് ഹജ്ജസ്. ഹജസ്. ഐ ബുക്ക് ആണെങ്കിൽ അഹ്ജസ്. അഹ്ജസ്. ഐ ബുക്ക്ഡ് ടിക്കറ്റ്. അപ്പൊ എങ്ങനെ പറയും? ഹജ്ജസ. ഹജസ്ത് പാസ്റ്റായി ഹജ്ജസ്റ്റ്. അല്ലേ? ഓക്കെ. നമ്മൾ എല്ലാ ഫോമും വേർബിന് എല്ലാ ഫോംസും എടുക്കും. സോ അല്ല ഹജസ്ത്. നിങ്ങള് ഹജ്ജസ താമർ അത് ഹജ്ജസ എന്ന് പറയുമ്പോ ബുക്ക്ഡ് ആണെന്ന് പറഞ്ഞു നേരത്തെ. ഹജസ എന്ന് പറഞ്ഞാൽ അവൻ ബുക്ക് ചെയ്തു. മെയിലാണ് ബേസ് വേർഡ്. ഞാൻ ബുക്ക് ചെയ്താണെങ്കിൽ ഹജസ്ത്. ഓക്കെ ഹജ്ജസ്റ്റ്. അല്ലേ? ബുക്ക്ഡ്. മനസ്സിലായോ? ഹജസ് എന്ന് പറയുമ്പം ബേസ് വേർഡ് അവൻ ബുക്ക് ചെയ്യാറുണ്ട്. ഹി ബുക്സ് ആണ് ഹജസ്. ഹജസ എന്ന് പറയുമ്പോൾ ഹി ബുക്ക്ഡ് ആയി, വെർബ്. പാസ്റ്റായി. ഹജസ്ത് എന്ന് പറഞ്ഞാൽ ഐ ബുക്ക്ഡ്. ഹജസ്ത് തദ്കിറ, ഞാൻ ടിക്കറ്റ് എന്തായി ബുക്ക് ചെയ്തു. ഹോട്ടൽ എന്താണ്? ഹോട്ടൽ ഫുന്ദൂഖ്. ഫുന്ദൂക്ക്. ഡെസ്റ്റിനേഷന് വിജ്ഹ എന്ന് പറയും. വിജ്ഹ. ഓക്കെ. വിജിസ് എന്താണ്? വിജ്ഹ. 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 ഓക്കെ. നൗ പാസ്പോർട്ട്. പാസ്പോർട്ട് അറിയാം. ഒരു മിനിറ്റ്. അയ്യോ, പാസ്പോർട്ട് എനിക്കറിയാലോ. അതന്നെ. ജവാസ്. ജവാസ്. ജവാസ് സഫർ അല്ലെങ്കിൽ ജവാസ്. ടിക്കറ്റ് എന്താണ്? ടിക്കറ്റ് തദ്കിറ. തദ്കിറ. ഓക്കെ. എയർപോർട്ട്. എയർപോർട്ട് മത്താർ. മത്താർ. മഴയോ? മഴ മത്തർ. മത്താർ. ഓക്കെ. ലഗേജ് ബാഗിന്റെ അതേ ടേം തന്നെയാണ് ലഗേജിന് ഷന്ത എന്നും അല്ലേ? പറയാം കേട്ടോ. ഇനി എൻജോയ് ചെയ്യൂ എന്നത് ഇസ്തംത എന്ന് പറയും. ഇസ്തംത. ഓക്കെ. എൻജോയ്, ഹാവ് ഫൺ എന്നുള്ള രീതിയിലാണ് ഇസ്തംത. ഓക്കെ. എൻജോയ് ചെയ്യൂ. ഹോളിഡേ എന്താണ്? ലീവ്. ഹോളിഡേ. ഹോളിഡേ ലീവ് ഇജാസ. എന്താണ്? ഹിജാസ. ഹിജാസ. പിന്നെ ഹോളിഡേ എന്താണ്? ഇജാസ എന്ന് പറയുമ്പം ലീവാണ്. ഓക്കെ. ഹോളിഡേ എന്നാവുമ്പം അതിന് വേറെ തന്നെ വേർഡ്. വെക്കേഷൻ അല്ലേ? വെക്കേഷന് എനിക്കറിയാൻ തോന്നണ്. ഒരു മിനിറ്റ് പറയട്ടെ. ഒരു മിനിറ്റ്. ഞാൻ ഒന്ന് ഒത്തില അല്ലേ? ഒത്തില. ഒത്തില അല്ലേ? ഒത്തില. അത് തന്നെ. ഒത്തില. ഓക്കെ. ഒത്തില എനിക്ക് അറിയായിരുന്നു വേർഡ്. ഓക്കെ. ഞാൻ തന്നെ ഒന്ന് ആലോചിച്ചറിയാതെ പറഞ്ഞത് അതന്നെയാണോ അല്ലേ എന്നുള്ള രീതിയിൽ ഒത്തില്ല. ഓക്കെ. തമാം. പിന്നെ ബീച്ചാണ് ഷാത്തി അൽ ബഹർ എന്നൊക്കെ പറയും. ഓക്കെ. ഇനി സൈറ്റ് സീയിങ് ആണ് സിയാഹ. ഓക്കെ. അപ്പോൾ സൈറ്റ് സീയർ കാണിച്ചു തരുന്ന ആളാണ് ആര്? ദലീൽ സിയാഹി. അല്ലേ? ഇതൊക്കെ കാണിച്ചു തരുന്ന ഗൈഡ്. ടൂർ ഗൈഡ്. ഓക്കെ. നെക്സ്റ്റ് ചെക്ക് ഇൻ എന്താണ്? തസ്ജീൽ അൽ വുസൂൽ. അല്ലെ? വസിൽ. അതൊക്കെ വസിൽന്ന് എത്തിയതാണ്. അറൈവ് ചെയ്യുക, ചെക്ക് ഇൻ ചെയ്യാൻ. തസ്ജീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സജ്ജിൽ എന്ന് കേട്ടിട്ടുണ്ട്. അതും ഒരു വേർബാണ്. സജ്ജിൽ എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, എഴുതി വെക്കുക എന്നുള്ളതിനൊക്കെ അവരെന്ത് പറയും? സജ്ജിൽ എന്ന് പറയാറുണ്ട്. ഓക്കെ. അത് ഒരു വേർബാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും കേൾക്കും. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനൊക്കെ ഇപ്പം എന്തെങ്കിലും ബുക്ക് ചെയ്യാൻ, ഇപ്പം നിങ്ങളൊരു ഈവെന്റിന് പോയി, ഇപ്പം സപ്പോസ് റിയാദ് സൂൾക്ക് പോയി. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? അത് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ മറന്നു. അപ്പം അവരെന്ത് ചെയ്യും? സജ്ജിൽ എന്ന് പറയും. ആ വെബ്സൈറ്റ് കാണിച്ചു തന്നിട്ട് സജ്ജിൽ. അതായത് എന്താണ്? അവിടെ രജിസ്റ്റർ ചെയ്യുക, സൈനപ്പ് ചെയ്യുക, എഴുതി വെക്കുക, ഒക്കത്തിന് സജ്ജിൽ പറയാറുണ്ട്. അപ്പം എൻ്റെ നമ്പർ നോട്ട് ചെയ്യൂ എന്നുള്ളതിന് ഇക്തുബ് എന്നതിന് പകരം അവർ സജ്ജിലാണ് പറയാം. ഓക്കെ. സജ്ജിലാണ് പറയാം കേട്ടോ. ഞാൻ രജിസ്റ്റർ ചെയ്തു എന്നാകുമ്പം എങ്ങനെ വരും അത്? ഞാൻ രജിസ്റ്റർ ചെയ്തു. പാസ്റ്റ് ആകുമ്പോ സജ്ജിൽ എന്താവും? സജ്ജിൽത്ത്. പാസ്റ്റ്ക്ക് പോയി. സജ്ജിൽ. ഓക്കെ. അപ്പൊ ഇതൊരു പുതിയൊരു വേർബാണ് കേട്ടോ. ഇത് എപ്പോഴും നിങ്ങൾ കേൾക്കും. ഇനി നിങ്ങൾ പുറത്തിറങ്ങിയാൽ കേൾക്കുന്ന ഒരു നമ്പറാണ്. എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്തോളൂ, രജിസ്റ്റർ ചെയ്തോളൂ, സൈനപ്പ് ചെയ്തോളൂ. ഒക്കത്തിനൊരു സജ്ജിൽ എന്ന് പറയാ. ഇക്തുബ് എന്ന് പറയൂല. ഓക്കെ. ഒക്കത്തിന് സജ്ജിലാണ് പറയാ. എൻ്റർ യുവർ നെയിം എന്നുള്ളതിനൊക്കെ സജ്ജർ ഇസ്മക്. ഓക്കെ. ബോർഡിംഗ് ആണെന്ത്? സുഊദു ത്വായിറ. ഓക്കെ. ഫ്ലൈറ്റിന്റെ ബോർഡിംഗ്. ഡിലേ തഅഖീർ ആണ് നമുക്കറിയാം. ക്യാൻസർ ആണ്. ക്യാൻസൽ അല്ലേ?
ഞാൻ ഇൽഗ. പെട്ടെന്ന് ക്യാൻസർ എന്നാ കേട്ടത് പെട്ടെന്ന്. ഐ അപ്പൊ ഞാൻ ഇങ്ങനെ ക്യാൻസൽ. ആലോചിക്കുന്നത് ഇതിന്റെ ഇടയിൽ ക്യാൻസർ എന്തിന്റെ ആവശ്യം? ഓക്കെ, അപ്പൊ നോക്കൂ, ഐ ക്യാൻസൽ. ഐ ഐ ക്യാൻസൽ ക്യാൻസൽ. അപ്പം എന്താ പറയാ? അൽഗ എന്ന് പറയും, അൽഗ. ഈ ഓഹോ, അപ്പൊ ഇൽഗ ഇത് എന്ന് ഇൽഗ പറഞ്ഞാല് എന്നുള്ളത് ക്യാൻസലേഷൻ ആണ്. ഓക്കെ, ഉം. അപ്പൊ അതിപ്പോ വേർബായി നമ്മൾ യൂസ് ചെയ്യാണ്. ഐ ക്യാൻസൽ ഇൽഗ. എന്നാണെങ്കിൽ അൽഗ എന്ന് പറയണം, അൽഗ. അത് എഴുതി വെക്കൂ. യു ക്യാൻസൽ ആവുമ്പം എന്താണ്? അപ്പൊ തൽഗ. തൽഗ. ഐ ക്യാൻസൽഡ്, ഞാൻ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്തു. അപ്പം ലഗത്ത് ആണ്. അൽഗൈത്ത്, അൽഗൈത്ത് എന്ന് വരും. ഈ പോകൂല, ഇത് അൽഗ. അൽഗയുടെ കൂടെ തന്നെ ഉള്ള ഒരു ആണ്. ഓ. ഓക്കെ, അപ്പം ഒരു എന്താണ്? മിനിറ്റ്, അൽഗ എന്ന് പറഞ്ഞാല് ഐ ക്യാൻസൽ അല്ലേ? യെസ്. പിന്നെ നിങ്ങള് പാസ്റ്റ് പറയുമ്പോ അൽഗൈത്ത്, ഇൽഗൈത്ത് എന്നാ? അൽഗൈത്ത്. അൽഗ. അപ്പൊ അവിടെ അലിഫും ഫ്രണ്ടിൽ വരുന്നുണ്ടല്ലോ. ഇതിന്റെ അലിഫ് പോകൂല, ഇത് തമ്മിലുള്ള ഓ, അലിഫാണ്. ചില അൽഗൈ. അലിഫുകൾ പോകൂല. നമ്മൾ ഇഷ്തറൈത്ത് അവിടെ അപ്പോഴും വരുന്നുണ്ട് ഈ എന്നുള്ള. അൽഗൈത്ത്. ഐ ക്യാൻസൽഡ് അല്ലേ? ഓക്കെ, ഓക്കെ, മനസ്സിലായി. തൽഗ. ഇപ്പൊ ക്ലിയർ അല്ലേ? സോ ഇതൊക്കെ പുതിയ വേർബ്സ് ആണ്. ക്യാൻസലിനൊക്കെ അതേ ഉള്ളൂ, അൽഗൈത്ത്, ഞാൻ ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിൽ. ഓക്കെ, ഈ ചെറിയ 2-3 ഇത് പഠിക്കാം, സെന്റൻസസ്. സോ ഐ വാണ്ട് ടു ബുക്ക് എ ഫ്ലൈറ്റ് ടു ജിദ്ദ. ഐ വാണ്ട് ടു. അബ്ഗ. ബുക്കല്ലേ വരേണ്ടത്? ഐ ബുക്കാണ്. ഐ വാണ്ട് ടു, ഐ ബുക്ക് തന്നെ വരും. അപ്പൊ സബ്ജക്റ്റ് അഗൈൻ ഐ. സോ അപ്പം അബ്ഗ അഹ്ജസ് റിഹ്ല ഫി ജിദ്ദ. യെസ്, രഹല ത്വയ്റാൻ ഇല ജിദ്ദ. ടു അല്ല, ഇല ജിദ്ദ. ഇൻ ജിദ്ദ അല്ല. ഇല 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 ഇനി അപ്പം എത്രയാണ് ടിക്കറ്റ്? ഹൗ മച്ച് ഇസ് ദ ടിക്കറ്റ്? കം കം തദ്കിറ. കം തദ്കിറ. ഇനി ഈസ് ദ ഹോട്ടൽ നിയർ ദ ബീച്ച്? ഈസ് ദ ഹോട്ടൽ നിയർ ദ ബീച്ച്. അത് പിന്നെ എന്താ പറയാ? ഈസ് ദി, അതറിയാലോ. ജസ്റ്റ് അൽ ഫുന്ദുഖ് ക്വസ്റ്റ്യൻ ടോണിൽ ചോദിച്ചാൽ മതി. ഫുന്ദുഖ് ഖരീബ് മിൻ പിന്നെ ഷാത്തി. അൽ ഫുന്ദുഖ് ഖരീബ് മിന ഷാത്തി അല്ലേ, അടുത്താണോ? സോ എന്താണ്? ഐ വാണ്ട് മൈ ലഗേജ് ഡെലിവേർഡ് ടു ദ റൂം. I want my luggage delivered. അബ്ഗ ഷന്ത മൈ ലഗേജ് ആണ്. അപ്പൊ ഷന്തത്തി. ഡെലിവേർഡ് നിങ്ങൾ പറഞ്ഞ വേർഡ് ഡെലിവറിക്ക് തൗസീലാണല്ലോ. തൗസീൽ. അപ്പൊ ഡെലിവേർഡ് ആകുമ്പോ തുവസ്സൽ എന്നുള്ള രീതിയിൽ പറയാം, തുവസ്സൽ. തുവസ്സിൽ ഇലൽ ഗുർഫ അല്ലേ? ഇല ഗുർഫത്തി. ഇനി എന്താണ്? യെസ്, ഐ വാണ്ട് ടു എൻജോയ് മൈ ഹോളിഡേ അറ്റ് ബീച്ച്. ഐ വാണ്ടഡ് ടു എൻജോയ്. അപ്പം എൻജോയ് നിങ്ങൾ പറഞ്ഞ വേർഡ് എൻജോയ്ക്ക് പറഞ്ഞിരുന്നു. ഇസ്തിമാ. ഇസ്തിമാ അല്ല, ഇസ്തംത. ഇസ്തംത മൈ ഇതല്ലേ റിഹ്ലത്തി. ഹോളിഡേ. ഹോളിഡേ. ഹോളിഡേ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇജാസ. ഇജാസ പറയാൻ മലയാളത്തില്ല. ഉത്തില ഫി ഷാത്തി. ഓക്കെ, ഇനി റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ്. ഐ വാണ്ട് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ്. സോ റൗണ്ട് ട്രിപ്പ്. അല്ല, അപ്പൊ ഇതില്ലേ, ഞാൻ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, സോറി കേട്ടാ. ഐ വാണ്ട് ടു എൻജോയ് എന്നല്ലേ പറഞ്ഞു നിങ്ങള്? അപ്പോ അവിടെ അബ്ഗ ആദ്യം ആഡ് ചെയ്യണ്ടേ? അബ്ഗ അത് വേണം, പറഞ്ഞില്ല. അബ്ഗ ഇപ്പം അബ്ഗ അസ്തംതിഅ എന്നും പറയാം. അബ്ഗ അസ്തംതിഅ. ജസ്റ്റ് ഇസ്തംതിഅ എന്ന് പറയുമ്പോൾ എൻജോയ് ആണ്. ഐ വാണ്ട് ടു എൻജോയ്. ഐ വാണ്ടിന്റെ സബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ വേണ്ടി നമുക്ക് അസ്തംതിഅ എന്നും പറയാം. അപ്പൊ ഓക്കെ, അബ്ഗ അസ്തംതിഅ ഇജാസ ഫിൽ ബഹർ അല്ലെ ഫി ഷാത്തി. ഐ വാണ്ട് ടു എൻജോയ്. തസ്തംതിഅ എന്നാകുമ്പോൾ യു എൻജോയ് ആവും. ഐ എൻജോയ് ആകുമ്പോൾ അസ്തംതിഅ ആവും. ഇസ്തംതിഅ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എൻജോയ്. ഓക്കെ. ഇനി എന്താണ്? റൗണ്ട് ട്രിപ്പ് ആണ് എന്ത്? ദഹാബ് വ ഔദ എന്ന് പറയും. ഔദ, ദഹാബ് വ ഔദ.
ഓക്കെ, റൗണ്ട് ട്രിപ്പ് എന്നുള്ളതിൻ്റെ അറബിക് വേർഡാണ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ അറിയാം കേട്ടോ. സോ എനിക്ക് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് വേണം എന്ന് പറയുമ്പം അബഗാ തദ്കിറ ദഹാബ് വ ഔദ എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ റൗണ്ട് ട്രിപ്പ്. അറൗണ്ട് അല്ലേ? ഓക്കെ, അറൗണ്ട്. സോ ഇതൊക്കെയാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ്. അപ്പോൾ എന്താണ് ഇതൊക്കെ ഇങ്ങനെ പിന്നെ നിങ്ങൾ വാട്സപ്പിൽ മോർ കൺവേഴ്സേഷൻ പ്രാക്ടീസസ് ഉണ്ട് അല്ലേ? അപ്പം അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. സ്പോക്കൺ ആയിട്ട് പറയണം. ഇനി ഒക്കേഷനിൽ അതാണ് ഒരു എന്താ പറയാ, അങ്ങനെ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, എങ്ങനെയായാലും ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾ പറയാൻ ശ്രമിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താ ഇപ്പം എനിക്ക് കിട്ടാതിരുന്നത് എന്ന്. അപ്പോഴാണ് നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒന്നും കൂടി അത് പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഓക്കെ, അത് അപ്പോൾ എന്തായാലും പ്രാക്ടീസ്, സ്പോക്കൺ പ്രാക്ടീസ്. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? ഇപ്പം നിങ്ങളോട് സെന്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വൊക്കാബുലറി കൊണ്ട് കുമിഞ്ഞു കൂടിയിരിക്കരുത്. പക്ഷെ പെട്ടെന്ന് ആവശ്യത്തിന് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരും. ഇപ്പൊ നമ്മളിപ്പോ എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് ഇത് വോയിസ് നോട്ട് ഇടുമ്പോ തന്നെ നമുക്ക് കേട്ടിട്ട് ഒന്ന് ചിന്തിക്കാനുള്ള സമയം ഉണ്ടല്ലോ. പക്ഷെ കോൺവെർസേഷൻ പേഴ്സൺ ടു പേഴ്സൺ വരുമ്പോ അത് പോസിബിൾ അല്ലല്ലോ. ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കും അവന് മനസ്സിലാവും നമുക്കത് ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവൻ സ്വിച്ച് ചെയ്യും, അതാണ് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വീട്ടില് മക്കളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നിങ്ങനെ പറയുന്നത്. ജസ്റ്റ് അപ്പൊ മക്കളെ പിന്നെ അവർക്ക് എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കണം. അതാണ് ആയിക്കോട്ടെ, പക്ഷെ പ്രശ്നം. എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് അവരോട് എന്ത് ചെയ്യുക, അറബിയിൽ ചോദിക്കുക, എന്നിട്ട് പിന്നെ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ അപ്പൊ അത് അങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നമുക്കൊരു വഴിയില്ല. മക്കളോട് ചോദിച്ചും പറഞ്ഞും തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി ബാങ്ക് റിലേറ്റഡ് അല്ലേ? സോ എന്താണ്, ഐ വാണ്ട് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് നമ്മളെ ആക്ടിവിറ്റിയിൽ വന്നിരുന്നു അല്ലേ? സോ എന്താണ് ഞാന് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ഇതുവരെ നിർത്തിയിട്ട് ഞാനൊന്ന് ഇവിടെ ഇതില് വേഗം ഞാൻ കേറിയപ്പോ ഇന്ന് ഒത്തിരി ഒന്ന് ലേറ്റ് ആയി. അപ്പൊ ഇനി എനിക്ക്